ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അങ്ങ് നടക്കാനങ്ങ് പോയി കുറച്ച് ദൂരം. കണ്ടോ, നല്ല ചൂടാണ്. ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ തോന്നി ഒരു വീഡിയോ എടുക്കണമെന്ന്. അങ്ങോട്ട് എടുത്ത് ഇവിടെ കുറച്ച് റോഡ് പണിയൊക്കെ നടക്കുവാണ്. കണ്ടോ, അതിൻ്റെ മതിലുകളൊക്കെ. ഇതൊക്കെ സ്കൂളാണ് കേട്ടോ, ഷാർജ ഇന്ത്യൻ സ്കൂള്. ഇത് ഷാർജയിലാണേ. ഉണ്ടോ, ഞാനങ്ങ് നടക്കുക. സ്കൂൾ ബസ് കണ്ടോ, കാണാത്തവരൊക്കെ കണ്ടോളൂ. സ്കൂൾ ബസ്, ഇത് ഷാർജയിലെ ബസ്. ഇതെല്ലാം സ്കൂളാണ്. ഇങ്ങനെ നടക്കുക. രാവിലെ നടക്കുന്നത് നല്ലതല്ലേ, അപ്പോൾ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ച്. കാറൊക്കെ പോകുന്നുണ്ട്. എന്താ ആര്യവേപ്പ് ഉണ്ട്, ആര്യവേപ്പ്. ഇതാണ് ആര്യവേപ്പിൻ്റെ മരം. ഇതിവിടെ നിറച്ചുണ്ട് കേട്ടോ. അത് കണ്ടോ, പുളിമരം, വാളൻപുളി, ഈന്തപ്പന ഉണ്ടോ, ഇഷ്ടം പോലെ കായുണ്ട് കേട്ടോ. ഉണ്ടോ, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? നടക്കാൻ പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ്. അതിൻ്റെ അടുത്ത് പോയിട്ട് കണ്ടോ, കായ് കിടക്കുന്നുണ്ടോ. ഇത് പഴുത്ത് കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാവേ. കണ്ടോ, ഇത് എന്തോ ഒരു മരമാണ്. എൻ്റെ മരമെന്ന് അറിയത്തില്ല. സ്കൂളിൻ്റെ മതിലിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ കായ് കണ്ടോ. ഇത് എന്താണെന്ന് പറയാവോ? ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയാവോ? ഇത് ഉണങ്ങിയതും ഉണ്ട്, പച്ചയുണ്ട്. ഇല ഇത് ഇങ്ങനത്തെയാണ്. എൻ്റെ മരമാണെന്നൊന്നും അറിയില്ല. നിറച്ചുണ്ട്. ഇങ്ങനെ നിറച്ച കുരുവികളുണ്ട്. കുരുവി കരയുന്നത് കേൾക്കാൻ കാണിക്കാൻ പറ്റുന്നില്ല. കണ്ടോ, കണ്ടോ, നിറയെ ഉണ്ട്. ഇത് കണ്ടോ, പൈസ ഇടുന്നത് പാർക്കിങ്. വണ്ടിയൊക്കെ നമ്മൾ പാർക്ക് ചെയ്യല്ലേ, അപ്പോൾ പൈസ ഇടണം. അതിൻ്റെ മെഷീനാണത്. പച്ച ലോറിയല്ലല്ലോ, അത് എന്ത് സാധനം, ടെമ്പോയാ? ലോറി എന്ന് പറയാം അല്ലേ. അത് കണ്ടോ, നിറച്ച് ഇലയൊക്കെയാണ്. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വീഡിയോ അങ്ങ് എടുത്തേക്കാമെന്ന് തോന്നി. കണ്ടോ, പള്ളി കണ്ടോ. ബസ്, സ്കൂളിൻ്റെ ബസ്സാണ് ഇതൊക്കെ. ഇഷ്ടം പോലെയുണ്ട്. ഇപ്പം സ്കൂളിൻ്റെ ടൈമല്ലേ, അപ്പോൾ ബസ്സൊക്കെ ഇങ്ങനെ പിള്ളേരെ കൊണ്ട് ഇറക്കിയിട്ട് കിടക്കുക. അവിടെ ഒരു ഈന്തപ്പനയുണ്ട്. സ്കൂളിൻ്റെ വാച്ച്മാൻ കണ്ടോ, അടുത്തൊരു ഈന്തപ്പന. ഇത് ഈ പള്ളിയുടെ മുറ്റത്തുള്ള ഒരു ഈന്തപ്പനയാണ്. കണ്ടോ, ഇതിൽ നിറച്ചും കായ കിടക്കുന്നത് കണ്ടോ. ഇത് പഴുത്തിടാകുമ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. കണ്ടോ, നല്ല വലിയ കായ കണ്ടോ. കുറേ മരമുണ്ട് കേട്ടോ. കണ്ടോ, അതിലുണ്ട്. മഞ്ഞ കളറാണ്. ഇത് പഴുത്ത് കഴിയുമ്പോൾ മഞ്ഞ കളർ തന്നെയാണ്. കണ്ടോ, കണ്ടോ. ഞാൻ എന്തായാലും ഒരെണ്ണം പറിച്ചെടുത്ത്. ഇത് പച്ച തിന്നാൻ നല്ല രസമാണ്. ആരാണ്ടോ അതിൽ തുണി അലക്കി ഇട്ടേക്കുന്നത് അതിൻ്റെ ഓലയിൽ. കണ്ടോ, ഇതാണ് ഈന്തപ്പന. കണ്ടിട്ടില്ലാത്തവരൊക്കെ ഈന്തപ്പഴം കണ്ടോ. ഇത് ഉണ്ടോ, ദേ നിൽക്കുന്ന കണ്ടോ, മുരിങ്ങക്കയൊക്കെ ഉണങ്ങിപ്പോയി. കണ്ടോ, നിറച്ച് മുരിങ്ങക്കയൊക്കെ ഉണ്ടായിരുന്നു, ഉണങ്ങിപ്പോയി. ഒരു പഴുപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് മുരിങ്ങ ഇലക്ക്. കായല്ല അതിൻ്റെ ഉള്ളിൽ ഉണങ്ങി കിടക്കുക. കാണുന്നുണ്ടോ? ഇതാണ് മുരിങ്ങ മരം. വണ്ടികളൊക്കെ ഇങ്ങനെ തുരുതുര വണ്ടികൾ പോവുകയാണ്. അത് മേളിൽ കൂടെയും താഴെ കൂടെയൊക്കെ പോകുന്നുണ്ട് വണ്ടി. അത് അവിടെ എന്തോ ഒരു മരം നിൽക്കുന്നുണ്ട്. എന്ത് മരമാണെന്നൊന്നും അറിയില്ല. നമ്മളെ ചൂരിപ്പഴം പോലത്തെ ഒരു മരമാണ്. ഒരു പഴമാണ് അതിലുണ്ടാകുന്നത്. ഉണ്ടോ, നല്ല ചെടികളുണ്ട്. നിറച്ചു ആര്യവേപ്പ്. വണ്ടി ഉണ്ട്. അവിടെ നിറയെ ഈന്തപ്പനകളാണ്. ഉണ്ടോ, നമ്മുടെ നാട്ടിലെ കടലാസ് ചെടി. വേറെ ഒരു ചെടി ആണ്. മരങ്ങൾ പഴം അതേലും ഉണ്ട്. പഴുക്കാൻ തുടങ്ങിയില്ല കേട്ടോ. പച്ച ഇടയ്ക്കൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സിഗ്നലെല്ലാം മുറിച്ച് കടന്ന് ഉണ്ടോ.
നടക്കുക. അതുണ്ടോ ഒരു സൈസ് ചെടി. അതാണ് ഞാൻ പറഞ്ഞു പള്ളി കണ്ടോ. പള്ളിയുടെ അടുത്തേക്ക് എത്തി ഞാൻ നടന്ന് കണ്ടോ. ഇവിടെയൊക്കെ നല്ല പാർക്കിങ്ങാണ്. എല്ലാ കുറേ വണ്ടികളൊക്കെ പാർക്കിംഗ് ഇട്ട് അവിടെ ഈന്തപ്പഴം അതാ പിന്നെയും കുറേ കാണുന്നുണ്ടോ. കണ്ടോ, ഇതൊക്കെ സ്കൂളാണ്. സ്കൂളിൻ്റെ മതിലാണ് ഇതെല്ലാം. ഒരു സൈഡിൽ പള്ളി, ഒരു സൈഡിൽ സ്കൂള്, എല്ലാം കൂടെ ഒന്നിച്ചാണ് കണ്ടോ മരങ്ങൾ. പറിച്ചെടുത്ത് ഈന്തപ്പഴം. ചെറിയൊരു കമർപ്പൊക്കെ ഉണ്ട്, എന്നാലും ഇത് പച്ച തിന്നാൻ നല്ല സൂപ്പറാണ്. ചെറിയ കമർപ്പ് അത്രയേ ഉള്ളൂ. ഞാനങ്ങനെ നടന്ന് ചിക്കനെല്ലിൻ്റെ അടുത്തേക്ക് എത്തി. ഈന്തപ്പഴമൊക്കെ തിന്ന് ഇനിയുണ്ട് കുറച്ച് ദൂരം റൂമിൻ്റെ അടുത്തേക്ക് എത്താൻ. കണ്ടോ, നിറച്ചുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇതിങ്ങനെ നല്ല വെട്ടി നല്ല ഒരു ഇതാക്കി വെച്ചേക്കുക. ഒരു തോണി പോലെ കണ്ടോ, ഒരു തോണിയുടെ ആകൃതിയിലാണ് ഇതാക്കി വെച്ചേക്കുന്നത്. തോണിയല്ല, വള്ളം തോണിയായിപ്പോയി. തോണിയെന്നും പറയാമല്ലേ. ഇത് കണ്ടോ, ഇങ്ങനെ ആക്കി വെച്ചേക്കുക നല്ല സ്റ്റൈലിൽ. പിന്നെ അകത്തൊരു സാധനം കരയുന്നുണ്ട്, കീ കീ കീ, നമ്മുടെ നാട്ടിലത്തെ പോലെ കേട്ടോ. ശ്രദ്ധിച്ച് നോക്കി വെച്ചാൽ കേൾക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരിക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.